ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. ഞാൻ വിയപുരം ജോർജ് കുട്ടി. ഈ ദിവസങ്ങളിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ചെറിയ ചെറിയ ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവം ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും സ്നാനത്തെക്കുറിച്ച് പലരുമായും തർക്കിച്ച് വാദിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിശുസ്നാനവാദികളുമായി സംസാരിക്കുമ്പോൾ അവരാദ്യമേ പറയുന്ന ഒരു വാചകം, പാസ്റ്റേ, ബൈബിളിൽ കുടുംബം സ്നാനപ്പെട്ടു എന്ന് പറയുന്നു. കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നുവോ? അപ്പോൾ തീർച്ചയായും കുഞ്ഞുങ്ങളെയും മാമോദിസ മുക്കിക്കാണുമെന്നാണ് അവരുടെ അഭിപ്രായം. ബൈബിളിൽ കുടുംബം എന്ന് പറയുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പൂർണ്ണമായ വിവരം നമുക്കില്ല. കാരണം അവരുടെ കുടുംബചരിത്രമൊന്നും ബൈബിളിൽ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചിലരുടെ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ കൂടെ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും. നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എന്ന് പറയുമ്പോൾ അവിടെ നോഹയുടെ 3 മക്കളും ആൺമക്കളും കുടുംബസ്ഥരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹയും നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേര് പെട്ടകത്തിൽ കയറിയെന്ന് വായിക്കുന്നതിനാൽ അവിടെ കുടുംബം എന്ന് പറയുന്നിടത്ത് നോഹയ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് നമുക്കറിയുവാനൊക്കെ സാധിക്കും. കുടുംബം ഉണ്ട് എന്ന് പറയുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങൾ വേണം എന്നില്ല. അഥവാ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബൈബിളിൽ അവരെ ആ രീതിയിൽ കണക്കാക്കിയിട്ടില്ല എന്ന കാര്യവും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 1-2 ഉദാഹരണങ്ങൾ കൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ശൗലിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ശൗലിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു എന്നാണോ അതിൻ്റെ അർത്ഥം? അന്നത്തെ കാലത്തെ യുദ്ധം വാളും പരിചയം പിടിച്ചുള്ളതാണ്. അപ്പോൾ കൊച്ചു വാളും പരിചയം പിടിച്ച് കുഞ്ഞുങ്ങൾ യുദ്ധത്തിൽ ഒരിക്കലും പങ്കെടുത്ത് കാണത്തില്ല. കാരണം അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ കുടുംബമെന്ന് പറയുമ്പോൾ അവിടെ അത് ബാധകമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. രണ്ടാമതൊരു ഉദാഹരണം കൂടെ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ യാക്കോബ് മിസ്രൈമിൽ വെച്ചാണ് മരിച്ചത്. യാക്കോബിനെ അടക്കുവാനായി ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ കനാൻ നാട്ടിൽ പോയി. കനാൻ നാട്ടിൽ യാക്കോബിനെ അടക്കിയിട്ടാണ് അവർ തിരിച്ചു വന്നത്. അതിനെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയേക്കുന്നത് ഇങ്ങനെയാണ്. മിസ്രൈം ദേശത്തിലെ ഉൽപ്പത്തി 50:8 മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി. കുടുംബം പോയി എന്ന് പറഞ്ഞിട്ട് താഴെ പറയാണ്, കുഞ്ഞുങ്ങളെ ആരെയും കൊണ്ടുപോയില്ല, കുഞ്ഞുങ്ങളെയും മൃഗസമ്പത്തിനെയും ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി എന്ന് വായിക്കുന്നു. അപ്പോൾ കുടുംബം പോയി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോയി എന്നാണ് അർത്ഥം? തന്നെയുമല്ല, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുത്തപ്പോൾ സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിനകത്തുണ്ട്, ലേവ്യരൊഴികെ കുലംകുലുമമായും കുടുംബമായി എണ്ണിയെന്നാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുത്തപ്പോൾ ലേവ്യരൊഴികെ ബാക്കിയുള്ളവരെ കുടുംബമായും കുലമായും ജനസംഖ്യ എടുത്തു. എന്നാൽ 20 വയസ്സിന് മേലോട്ടുള്ളവരെ മാത്രമേ എണ്ണിയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളെ പരിഗണിച്ചില്ല. അപ്പോൾ കുടുംബത്തിനോട് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടാതെ 20 വയസ്സിന് മേലുള്ളവരുടെയാണ് ജനസംഖ്യ എടുത്തത്. വീണ്ടും ഒരു ഉദാഹരണം പറയുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 4 വരെ വായിക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. അവരുടെ കുഞ്ഞുങ്ങളും തീർച്ചയായും വന്നു കാണും. എന്നാൽ അവിടെ എഴുതിയേക്കുന്നത് കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളവരെ മാത്രമേ പരിഗണിച്ചുള്ളൂ. അപ്പോൾ കുടുംബം പോയി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കാണും. എന്നാൽ കുഞ്ഞുങ്ങളെ ആ കൂട്ടത്തിൽ കണക്കാക്കിയില്ല. നെഹമ്യാവിൻ്റെ കാലത്ത് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളവരെ മാത്രമേ അവിടെ കണക്കാറ്റുള്ളൂ. എന്തിനാ? പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ 16-ാം അധ്യായം 11-ാം വാക്യം നർക്കീസോസിൻ്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവീൻ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. പലർക്കും വന്ദനം ചൊല്ലി
വന്ദനം ചൊല്ലിയപ്പോൾ നർക്കിസോസിൻ്റെ ഭവനത്തിനും വന്ദനം ചൊല്ലിയിട്ട് അടുത്തു പറയുന്നതാണ്, അവിടെ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവീൻ. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കൂടെ കടന്ന് കനാനിലേക്കുള്ള യാത്രയിൽ അവർ ചെങ്കടൽ കടന്നതിനെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയേക്കുന്നത് അത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. ചിലർ വാദിക്കാറുണ്ട്, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ അത് സ്നാനത്തിന് മുൻകുറിയാണെങ്കിൽ ഇസ്രായേൽ മക്കളെ എല്ലാവരും അവരുടെ കുഞ്ഞുകുട്ടികളും എല്ലാം ചെങ്കടൽ കടന്നു. അപ്പോൾ ചെങ്കടൽ കടന്ന സ്നാനത്തിന് മുൻകുറിയാണെങ്കിൽ കുഞ്ഞുങ്ങളും അന്ന് സ്നാനം ഏറ്റില്ലയോ? അതുകൊണ്ട് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിന് എന്താ തെറ്റെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ തന്നെ പറയട്ടെ, അവർ പോയപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല അവരുടെ കൂടെ പോയത്, അവരുടെ മൃഗസമ്പത്ത് ആടുമാടുകളെല്ലാം ഉണ്ട്. അവർ ലാലോടിച്ച് വളർത്തി അവരുടെ പെറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പട്ടിയെയും പൂച്ചയും ആടിനെയും മാടിനെയും കാളയും കഴുതയും എല്ലാം മാമോദിസം വെക്കേണ്ടി വരുമല്ലോ. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജനസംഖ്യ എടുത്തപ്പോൾ നമ്മൾ വായിക്കുന്നു, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ അരശേക്കൽ വെള്ളി കൊണ്ടവരെ വീണ്ടെടുത്തത് 20 വയസ്സിനു മേലിലുള്ളവരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോ, ജനസംഖ്യ എടുത്തപ്പോൾ അരശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടെടുപ്പ് വരെ കൊടുത്ത 20 വയസ്സിന് മേലുള്ളവരെ മാത്രമേ അവരുടെ കൂട്ടത്തിൽ കണക്കാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു ന്യായീകരണവുമില്ല. തന്നെയുമല്ല, നമ്മൾ വായിക്കുമ്പോൾ കുടുംബ സ്നാനമേറ്റു എന്ന് പറയുന്നിടത്ത് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 32-ാം വാക്യം, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു എന്ന് പറയുന്നിടത്ത് അതിൻ്റെ താഴെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവരോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവരെയാണ് കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിൽ സ്നാനമേറ്റത്. അപ്പോൾ വചനം കേട്ട് വിശ്വസിച്ചവരെയാണ് അവിടെ സ്നാനപ്പെടുത്തത്. പിന്നെ നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ലുദിയായും കുടുംബവും സ്നാനമേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും കുടുംബമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം, അവരെ ജയിൽവാസം കഴിഞ്ഞ് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി എന്ന് വായിക്കും. സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം മടങ്ങിപ്പോയി. അപ്പോൾ ലുദിയായുടെ വീട്ടിൽ 56 ദിവസം കഴിഞ്ഞ കുഞ്ഞിനെ ആരെങ്കിലും സഹോദര എന്ന് വിളിക്കുമോ? ഇല്ല. കുഞ്ഞുങ്ങളെ ആരും കയറി സഹോദര എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അവന് നല്ല ഓർമ്മശക്തി ഇല്ലാത്ത ആളാണ്. അപ്പം ലുദിയായുടെ വീട്ടിൽ ചെന്ന് അവരുടെ മക്കളൊക്കെ പ്രായമുള്ളവരാ. അതുകൊണ്ട് ആ സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം മടങ്ങിപ്പോയി എന്നൊക്കെ വായിക്കുന്നു. തന്നെയുമല്ല, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പായുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 11-ന്റെ 14 നീയും നിന്റെ ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടാനുള്ള വാക്കുകളെ പത്രോസ് പറയുമെന്ന് ദൂതം വന്ന് കൊർന്നല്യോസിനോട് പറഞ്ഞു. പത്രോസ് അവിടെ ചെന്ന് വചനം പ്രസംഗിച്ചു. പാപമോചനം ആദ്യമേ പ്രസംഗിച്ചത്. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ ആരുടെ മേൽ ആത്മാവ് വന്ന്? വചനം കേട്ടവരുടെ മേൽ. കൊച്ചു കുഞ്ഞ് 56 ദിവസമായ കുഞ്ഞ് പത്രോസ് പ്രസംഗിച്ച് ശ്രദ്ധിക്കാൻ അവന് കഴിയുമോ? അപ്പോൾ പ്രായമുള്ളവരായിരുന്നു കൊർന്നല്യോസിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ പത്രോസ് ചോദിക്കുന്നു, ആത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിക്കാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്ന ഊഹാപോഹത്തിലല്ല പരിജ്ഞാനമുള്ള ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ള ഒരാൾ ഉപദേശം സ്ഥാപിക്കുന്നത്. ഉപദേശം സ്ഥാപിക്കാൻ എത്രയോ വാക്യങ്ങൾ വേറെ കിടക്കുന്നു. അതുകൊണ്ട് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ കാണുമെന്നുള്ള ഊഹാഭോഗത്തിൽ എട്ടും പൊട്ടും അറിയാത്ത കുഞ്ഞിനെ പിടിച്ച് മാമോദിസ തേയ്ക്കുന്നത് വലിയ തെറ്റാണ്. ദൈവൻഭാഗം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അവഗണിക്കുകയാണ്. അതുകൊണ്ട് കുടുംബ സ്നാനമേറ്റു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് മാമോദിസ മുക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പ്രകാരം തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിന് ശേഷമുള്ള സ്നാനത്തെക്കുറിച്ച് മുൻവിധി കൂടാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യൂട്യൂബിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള സ്നാനം തിരുവചന വെളിച്ചത്തിൽ
മാമോദിസ ശരിയോ തെറ്റോ 9 പാട്ടുകളുള്ള വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ആരെങ്കിലും താല്പര്യം കാണിക്കുന്നെങ്കിൽ ദയവായി അത് ശ്രദ്ധിക്കുക, അത് പഠിക്കുക. കർത്താവിൻ്റെ കൽപ്പനയായ വിശ്വാസാന്തരമുള്ള സ്ഥാനം സ്വീകരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.